കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നടന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ യോഗം AICC ആണ് യോഗം വിളിച്ചു ചേർത്തത്. യോഗത്തിൽ പങ്കെടുത്തത് മല്ലികാർജുന ഖാർഗെ AICC പ്രസിഡന്റ്, പിന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ. എന്താണ് വിഷയം? കേരളത്തിലെ കോൺഗ്രസിൽ ഐക്യം പുനഃസ്ഥാപിക്കണം, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. ഇത് ചർച്ച ചെയ്യാനും കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനുമാണ് AICC യോഗം വിളിച്ചത്. ആദ്യം കൂട്ടമായി യോഗം നടന്നു. യോഗത്തിൽ എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഓരോ നേതാക്കളുമായും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഹൈക്കമാൻഡ് ചർച്ച നടത്തി. രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും ചർച്ച നടത്തി. എന്താണ് കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കാൻ. എന്താണ് പ്രശ്നങ്ങൾ എന്ന് ഹൈക്കമാൻഡ് കൃത്യമായും മനസ്സിലാക്കി. അവസാനം VD സതീശന് താക്കീതും നൽകി. കേരളത്തിലെ കോൺഗ്രസിൽ ഐക്യം നിലനിർത്താൻ സഹകരിച്ചു പോകണമെന്ന് VD സതീശനോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. എന്തുകൊണ്ട്? VD സതീശൻ നിലവിലെ സംഘടനാ നേതൃത്വവുമായി സഹകരിക്കുന്നില്ല, KPCCയുടെ പരിപാടികളുമായി സഹകരിക്കുന്നില്ല. VD സതീശന്റെ വഴിക്ക് സഞ്ചരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? പുനഃസംഘടനയിലെ അതൃപ്തി. VD സതീശൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമോ എന്ന് പോലും അദ്ദേഹത്തിന് തന്നെ സംശയമുണ്ട്. കാരണം കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ VD സതീശന് കഴിയുന്നില്ല എന്ന് ഹൈക്കമാൻഡ് മനസ്സിലാക്കി കഴിഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും വലിയ തലവേദന ആരാണ്? സംശയമേ ഇല്ല, അത് VD സതീശനാണ്. KPCC പ്രസിഡന്റായി K സുധാകരൻ വന്നു. ആ സമയത്ത് പ്രതിപക്ഷ നേതാവായി VD സതീശൻ വന്നു. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചു. വലിയ മാറ്റമാണ് കേരളത്തിലെ കോൺഗ്രസിൽ വരുത്തിയത്. നിലവിലുണ്ടായിരുന്ന KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ മാറ്റുന്നു. പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ മാറ്റുന്നു. അങ്ങനെയാണ് പുതിയ രണ്ട് നേതാക്കളെ നേതൃത്വം ഏൽപ്പിക്കുന്നത്. അവർ പക്ഷേ തുടക്കത്തിൽ ഒന്നിച്ചു പോയിരുന്നു. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ VD സതീശനും K സുധാകരൻ തമ്മിൽ തെറ്റി. VD സതീശൻ്റെതായ വഴിക്ക് കാര്യങ്ങൾ പോകാൻ തുടങ്ങി. KPCC പ്രസിഡന്റുമായി മിണ്ടാതെയായി, സംസാരിക്കാതെയായി, KPCC ഓഫീസിൽ എത്താതെയായി, KPCC പ്രസിഡന്റുമായി ആശയവിനിമയം ഇല്ലാതെയായി. അതോടുകൂടി രണ്ടുപേരും രണ്ടു വഴിക്കായി. അവസാനം KPCC പ്രസിഡന്റിനെ മാറ്റണമെന്ന് വാശി പിടിച്ചു VD സതീശൻ. ആ വാശിക്ക് ഹൈക്കമാൻഡ് കീഴടങ്ങി. അങ്ങനെ KPCC പ്രസിഡന്റിനെ മാറ്റി. പകരം സണ്ണി ജോസഫ് KPCC പ്രസിഡന്റായി. തുടക്കത്തിൽ രണ്ടുപേരും വളരെ ഐക്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോയത്. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ എന്താണോ K സുധാകരനോട് സ്വീകരിച്ചത് VD സതീശൻ, അതേ നിലപാട് തന്നെ സണ്ണി ജോസഫിനോട് സ്വീകരിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ആരാണോ KPCC പ്രസിഡന്റായി വരുന്നത്, ആ സ്ഥാനത്തിരിക്കുന്നയാൾ എൻ്റെ ആജ്ഞാനുവർത്തിയായിരിക്കണം, ഞാൻ പറയും അതുപോലെ കാര്യങ്ങൾ പോകണം എന്ന നിലയിലേക്ക് VD സതീശൻ KPCC പ്രസിഡന്റിനെ നിയന്ത്രിക്കാൻ തുടങ്ങി. അത് കോൺഗ്രസിനകത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ അസ്വസ്ഥതയുണ്ടാക്കി. ഇപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അദ്ദേഹത്തിന്റെ വഴിക്കാണ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹത്തിന്റെ വഴിക്കാണ്. VD സതീശൻ പറയുന്നത് ഞാൻ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല KPCC പ്രസിഡന്റ് എന്നാണ്. പുനഃസംഘടനയിൽ പോലും ഞാൻ നിർദ്ദേശിച്ച പേരുകൾ ഉൾപ്പെടുത്തിയില്ല, പൂർണ്ണമായും തള്ളിക്കളഞ്ഞു എന്നാണ്. KPCC പ്രസിഡന്റ് പറയുന്നത് VD സതീശൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നടപ്പാക്കാൻ കഴിയില്ല, എല്ലാ നിർദ്ദേശങ്ങളും അംഗീകരിക്കാൻ കഴിയില്ല, കോൺഗ്രസ് ചർച്ച ചെയ്ത് എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമേ നടപ്പാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് സണ്ണി ജോസഫ് പറയുന്നത്. സണ്ണി ജോസഫിന് പൂർണ്ണ പിന്തുണയുണ്ട് KC വേണുഗോപാലിന്റെ. അതുകൊണ്ട് സണ്ണി ജോസഫിന് VD സതീശനെതിരെ ഫൈറ്റ് ചെയ്യാൻ, VD സതീശന്റെ നിലപാടിന് എതിരെ പറയാനും പ്രവർത്തിക്കാനും കഴിയുന്നുണ്ട്. എന്താണ് കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നം? ഒരു ഭാഗത്ത് VD സതീശൻ, മറുഭാഗത്ത് കോൺഗ്രസ് നേതാക്കൾ. അതാണ് അടിസ്ഥാന പ്രശ്നം. എല്ലാ സമയത്തും അങ്ങനെ തന്നെയാണ്. ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കാൻ ഒരു പരിധിവരെ VD സതീശന് കഴിഞ്ഞിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ നല്ല ടീമുണ്ടായിരുന്നു, യുവ നേതാക്കളുടെ ടീമുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ യുവ നേതാക്കൾ VD സതീശനെ ഉപേക്ഷിച്ചു. നിലമ്പൂർ ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്താണ് VD സതീശന് അത് ബോധ്യപ്പെട്ടത്. എൻ്റെ കൂടെ ഞാൻ ഇന്നലെ വരെ കൊണ്ടു നടന്ന ആളുകളില്ല എന്ന്, യുവ നേതാക്കൾ ആരും ഇല്ല എന്ന്, പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്ന്. ആ തിരിച്ചറിവിൽ നിന്ന് ഒരു പ്രതികാരത്തിലേക്കാണ് VD സതീശൻ പോയത് എന്നത് കോൺഗ്രസിലെ അതിനുശേഷം നടന്ന എല്ലാ പ്രവർത്തനങ്ങളും കണ്ടാൽ മനസ്സിലാകും. ഇപ്പോഴിതാ സണ്ണി ജോസഫിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്നു VD സതീശൻ. എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും വലിയ തലവേദനയായി VD സതീശൻ മാറിയിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് VD സതീശനോട് പറഞ്ഞത്
അച്ചടക്കം പാലിക്കണം, കോൺഗ്രസിന്റെ പരിപാടികളിൽ പങ്കെടുക്കണം. അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, സഹകരിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിൽ അതല്ല തോൽവിയാണ് സംഭവിച്ചത് എങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി കാണും എന്നാണ് ഹൈക്കമാൻഡ് വി.ഡി. സതീശനെ അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വവുമായി സഹകരിച്ച് പോകണം എന്നാണ്. അച്ചടക്ക ലംഘനം വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ല എന്ന്. KPCCയുടെ പരിപാടി ബഹിഷ്കരിക്കുന്ന തീരുമാനം അത് അച്ചടക്ക ലംഘനമാണ് എന്ന് ഹൈക്കമാൻഡ് കാണുന്നു. എന്ന് വെച്ചാൽ പൂർണ്ണമായും തള്ളിയിരിക്കുന്നു. വി.ഡി. സതീശൻ ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ശത്രുവായി മാറിയിരിക്കുന്നു. ഹൈക്കമാൻഡിനോട് സഹകരിക്കാത്ത ഒരാളെ പ്രതിപക്ഷ നേതാവായി എത്ര കാലം കൊണ്ടുപോകാൻ കഴിയും? ഇനിയിപ്പോൾ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ കഴിയുമോ? UDF ജയിച്ചാൽ മുഖ്യമന്ത്രിയാക്കാൻ കഴിയുമോ? ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്ത ആളെ എങ്ങനെയാണ് ആ സ്ഥാനത്തേക്ക്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിക്കാൻ കഴിയുക? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഹൈക്കമാൻഡിലെ മുതിർന്ന നേതാക്കളുടെ മനസ്സിലുണ്ട്. എന്ന് വെച്ചാൽ വി.ഡി. സതീശൻ പടിയിറക്കത്തിന്റെ വഴിയിലാണ് എന്നർത്ഥം. ഹൈക്കമാൻഡും വി.ഡി. സതീശനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനം വി.ഡി. സതീശനാണ് എന്ന് ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ നേതാക്കൾ അത് ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത യോഗത്തിൽ വെടിപൊട്ടിച്ചത് കെ. സുധാകരൻ തന്നെയാണ്. കെ. സുധാകരന് വി.ഡി. സതീശനോട് കലി ഇതുവരെയും അടങ്ങിയിട്ടില്ല. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ തെറിപ്പിച്ചത് വി.ഡി. സതീശനാണ് എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡിനോട് കേരളത്തിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ചത് കെ. സുധാകരൻ. സമാനമായ രീതിയിൽ തന്നെയാണ് മറ്റു നേതാക്കളും സംസാരിച്ചത്. ഇതൊക്കെയാണ് വി.ഡി. സതീശന് വിനയായി മാറിയത്. ഒരു കാര്യം ഉറപ്പാണ്, സഹകരിക്കണം, സഹകരിച്ച് മുന്നോട്ട് പോകണം എന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് വി.ഡി. സതീശന് നൽകിയിരിക്കുന്നത്. അതൊരു നിർദ്ദേശം മാത്രമല്ല, അതൊരു മുന്നറിയിപ്പ് കൂടിയാണ്.